പഹൽഗാം ഭീകരാക്രമണത്തിൽ വിവാദ പരാമർശവുമായി പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ഗുജറാത്ത് കലാപം നടന്നപ്പോൾ ഹിന്ദുക്കളെ ഭീകരവാദികളെന്ന് പറഞ്ഞില്ലല്ലോ എന്നും ഇസ്ലാം മതത്തിൽപ്പെട്ടവർ തെറ്റ് ചെയ്യുമ്പോൾ ഭീകരവാദികൾ എന്ന് പറയാൻ കഴിയില്ലല്ലോ എന്നും സതീശൻ. ലഷ്കർ-ഇ തൊയ്ബയുടെ കീഴിലെ TRF എന്ന ഭീകര സംഘടന ഭീകരാക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തതിന് പിന്നാലെയാണ് സതീശന്റെ വിവാദ പ്രസ്താവന. പഹൽഗാം ഭീകരാക്രമണത്തിൽ രാജ്യമൊന്നടങ്കം പ്രതിഷേധം രേഖപ്പെടുത്തുന്നതിനിടയിലാണ് അക്രമത്തെ നിസാരവൽക്കരിച്ച പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ രംഗത്തെത്തുന്നത്. ഏതെങ്കിലും ഒരു മതവിഭാഗത്തിൽപ്പെട്ട ഒരാൾ അക്രമം നടത്തിയാൽ ആ മതവിഭാഗം മുഴുവൻ തീവ്രവാദികളാണ് എന്ന് പ്രചരിപ്പിക്കുന്നത് ഒരു കാലത്ത് ശരിയല്ല. ഞങ്ങൾ അതിന് ഒരു കാലത്തും അതിനോട് യോജിപ്പില്ല. അതിപ്പോ ഗുജറാത്ത് കലാപം നടന്നപ്പോൾ ഹൈന്ദവരെല്ലാവരും ഭീകര സംഘടനയാണ്. ഹിന്ദു എന്ന് പറയുന്നത് ഭീകര സംഘടനയാണ്. അങ്ങനെ പറയാൻ പറ്റുമോ? അതുപോലെ ഇസ്ലാമിൽപ്പെട്ട ആളുകൾ അങ്ങനെ ഒരു തെറ്റ് ചെയ്താൽ ഇസ്ലാമിൽ ഉള്ള മുഴുവൻ ആളുകളും ഭീകര പ്രവർത്തകരാണ്. അതൊക്കെ ഞാൻ എപ്പോഴും പറയല്ലോ, പച്ചവെള്ളത്തിന് തീപിടിപ്പിക്കുന്ന വർഗീയതയാണ് കേരളത്തിലും രാജ്യത്തെ എല്ലായിടത്തും ഉള്ളത്. അപ്പൊ അത് ഓരോ അവസരം കിട്ടുമ്പോൾ ഓരോരുത്തരും ചാടി വീഴാണ്. ഏത് വിഷയം നമ്മുടെ മുമ്പിൽ വന്നാലും അതിനെ വർഗീയമാക്കി മാറ്റാണ് രാജ്യത്തിന് നേരിടുന്ന ഒരു വെല്ലുവിളിയായിട്ടാണ് ഞാനിതിനെ കാണുന്നത്. പിന്നെ ആരാണ് ചെയ്തതെന്നല്ല കേന്ദ്ര ഗവൺമെന്റ് അന്വേഷണം നടത്തി പറയാതെ നമ്മൾ ഊഹിച്ചു പറയൽ അർത്ഥം. ഗുജറാത്ത് കലാപം നടന്നപ്പോൾ ഹിന്ദുക്കളെ ഭീകരവാദികളെന്ന് പറഞ്ഞില്ലല്ലോ എന്നും ഇസ്ലാമിക മതത്തിൽപ്പെട്ടവർ തെറ്റു ചെയ്യുമ്പോൾ ഭീകരവാദികളെന്ന് പറയാൻ കഴിയില്ലല്ലോ എന്നുമാണ് സതീശന്റെ വാദം. ഭീകരാക്രമണം ആരുടെയെങ്കിലും തലയിൽ കെട്ടിവെക്കരുതെന്നും കേന്ദ്ര സർക്കാർ അന്വേഷിച്ച് കണ്ടുപിടിക്കണം. ലഷ്കർ-ഇ തൊയ്ബയുടെ കീഴിലെ TRF എന്ന ഭീകര സംഘടന ഭീകരാക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തതിനു പിന്നാലെയാണ് സതീശന്റെ വിവാദ പ്രസ്താവന എന്നതും ശ്രദ്ധേയം. ജനം, തിരുവനന്തപുരം.